ആലപ്പുഴ കായംകുളത്ത് അച്ഛനെ വെട്ടിക്കൊല്ലുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി നവജിത്തിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതോടെയാണ് മാറ്റിയത്. അതേസമയം അഭിഭാഷകൻ കൂടിയായ പ്രതിയുടെ തന്ത്രമാണോ ഇതെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതിയുടെ വക്കീൽ ബുദ്ധിയാണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കും. പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകി പോലീസ് കാത്തിരിക്കെയാണ് നാടകീയ സംഭവങ്ങൾ. ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി നവജിത്ത് കഴിഞ്ഞ ദിവസമാണ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത്. സെല്ലിനുള്ളിൽ ആക്രമണ സ്വഭാവം കാണിച്ചു. ഇതോടെയാണ് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ബലപ്രയോഗത്തിലൂടെയാണ് ജയിലിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. ചികിത്സ തീരുന്ന മുറയ്ക്കാകും കസ്റ്റഡിയിലെടുക്കാനുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. രാസലഹരിക്ക് അടിമയായിരുന്ന നവജിത്തിന് ലഹരി ലഭിക്കാതെ വന്നതോടെയാണ് മാനസിക പ്രശ്നമുണ്ടായതെന്നാണ് നിഗമനം. എന്നാൽ അഭിഭാഷകൻ കൂടിയായ നവജിത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണോ മാനസികാസ്വാസ്ഥ്യം കാണിക്കുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. സംഭവ ദിവസവും ഇയാൾ MDMA ഉപയോഗിച്ചിരുന്നതായി വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി. കൊല നടന്ന ദിവസം അച്ഛൻ നടരാജനുമായി നവജിത്ത് പലകുറി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയിൽ അലമാരയുടെ താക്കോൽ കണ്ടെത്തി. അലമാരയ്ക്കുള്ളിലുണ്ടായിരുന്ന 7 ലക്ഷം രൂപയും സ്വർണവും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ നൽകി. ഇത് തട്ടിയെടുക്കാനാണ് മാതാപിതാക്കളെ ആക്രമിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഇതിനിടെയാണ് മാനസികാസ്വാസ്ഥ്യം. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മാതാവ് സിന്ധു സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ഇതോടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതും അനിശ്ചിതത്വത്തിലാണ്. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് പോലീസ്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.